ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റൊന്നുമല്ല, കുറച്ച് പച്ചക്കറി വാങ്ങിയതും പിന്നെ മീൻ കറിയുടേതും ഒക്കെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് വന്നപ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ അതും പിന്നെ നമ്മുടെ കുറച്ച് മീനും കൂടെ വാങ്ങിച്ചു. ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് ആവശ്യത്തിനുള്ള മീനൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാനാണ് കാര്യം. എന്നും പോയി വാങ്ങിക്കില്ല, അപ്പോൾ 2-3 ദിവസത്തേക്ക് ഒരുമിച്ച് വാങ്ങിക്കും. അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ നല്ല വിശപ്പുമുണ്ട്, വേഗം ഒന്ന് കഴിക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം മീൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. പച്ചക്കറിയൊന്നും എടുത്തില്ല. അങ്ങനെ നമ്മുടെ നെത്തോലി വാങ്ങിച്ചിട്ടുണ്ട്, 4 പാര. നമ്മളിവിടെ പാര എന്നാണ് പറയുന്നത്, നിങ്ങളവിടെയൊക്കെ എന്ത് പേരാണ് പറയുന്നത്? അങ്ങനെ ഞാൻ കുറച്ച് നെത്തോലി എടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പാരമീനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഞാനെടുത്ത് പൊരിക്കുന്നുണ്ട്. നെത്തോലിയാണ് പൊരിക്കാൻ എടുത്തത്. അത് 2 കഷ്ണം പാരയും കൂടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇടുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരകം, ഗരം മസാല കുറച്ച് മതി, ഗരം മസാല, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, ഇത്രയും മതി. നമ്മുടെ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് നമുക്കിതൊന്ന് പുരട്ടിയെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഒന്ന് പുരട്ടി വയ്ക്കുകയാണ്. പാര മീനിൽ നിന്ന് ഞാൻ 2 കഷ്ണം എടുത്തിട്ടുള്ളൂ. ബാക്കി നെത്തോലി പൊരിക്കാനെടുത്തു. എൻ്റെ ചെറിയ മുള്ളുള്ളത് കൊണ്ട് നെത്തോലി കഴിക്കില്ല, അപ്പോൾ ഇതിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി അവർക്ക് ഞാൻ എടുത്തതാണ് ഈ 2 കഷ്ണം. ബാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ആ സമയം കൊണ്ട് നമ്മുടെ മീൻ കറി എന്തായെന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ മീൻ കറിയൊക്കെ നന്നായിട്ട് തിളച്ചു. ഞാൻ തേങ്ങ അരച്ചാണ് മീൻ കറി വെച്ചത്. തേങ്ങയും ഉലുവയും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും പുളിയൊക്കെ അരച്ച് തേങ്ങ മാത്രം ഇതായിട്ടുള്ള, നമ്മൾ മല്ലിയൊന്നും ചേർക്കാതെയുള്ള കറിയാണ് വെച്ചത്. അപ്പം കറി തിളച്ചപ്പോൾ ഞാൻ മീൻ കഷ്ണങ്ങളെല്ലാം പറക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കടുക് പൊട്ടിച്ചിടുന്നുണ്ട്. മീൻ കറി ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ കടുക് താളിച്ചിടുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ കടുക് താളിച്ചിടുന്നു. അപ്പോൾ നല്ല ടേസ്റ്റായി. മീൻ കറിയുടെ പരിപാടി കഴിഞ്ഞു. ഇനി നെത്തോലി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ച് 2 കറിവേപ്പില ഇട്ട് നെത്തോലിയൊക്കെ പറിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ പാചകമൊക്കെ ഇത്രയേ ഉള്ളൂ, കൂടുതലൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.